നമ്മുടെ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് കുറേയധികം വിവാദങ്ങളാണെങ്കിലും ഇപ്പൊ സിനിമാ സംഘടനയുടെ ഭാഗത്തു നിന്നാണെങ്കിലും അല്ലെങ്കിൽ സിനിമാ നടന്മാരുടെ ഭാഗത്തു നിന്നാണെങ്കിലും ഹേമ കമ്മിറ്റി ആണെങ്കിലും സിനിമ എന്ന് പറയുന്നിടത്തു നിന്നും പല രീതിയിലുള്ള വാർത്തകൾ വരുന്ന ഒരു സാഹചര്യമായിരുന്നു ഈ 2025 എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പുതിയൊരു വാർത്ത വരികയാണ്. നമ്മുടെ ദീപു കരുണാകരൻ സംവിധായകൻ അദ്ദേഹം മുന്നോട്ട് വന്ന് പറയുകയാണ്, തന്റെ സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് തന്റെ നായിക സഹകരിക്കുന്നില്ല, അല്ലെങ്കിൽ തന്റെ സിനിമയെ പ്രൊമോട്ട് ചെയ്യാൻ നായിക സഹകരിക്കുന്നില്ല. അത് അനശ്വരരാജനാണ് നായിക. അപ്പോൾ നായകൻ എന്ന് പറയുന്നത് ഇന്ദ്രജിത്താണ്. ഇന്ദ്രജിത്ത് പറഞ്ഞിട്ട് പോലും അനശ്വരരാജ് മൈൻഡ് ചെയ്യുന്നില്ല എന്നാണ് ദീപു കരുണാകരൻ പറയുന്നത്. എനിക്ക് തോന്നുന്നു സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് അടുത്തിടെയായിട്ട് വലിയ രീതിയിലുള്ള വിവാദങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നിർമ്മാണ സംഘടനയാണെങ്കിൽ പോലും വലിയ രീതിയിലുള്ള വിവാദ പ്രസ്ഥാനങ്ങൾ നടത്തുന്നു. നടന്മാരുടെ സംഘടനയായിട്ടുള്ള അമ്മയാണെങ്കിൽ പോലും വലിയ രീതിയിലുള്ള വിഷയങ്ങൾ സംസാരിക്കുന്നു. എല്ലാം എനിക്ക് തോന്നുന്നു ഈ ഹേമ കമ്മിറ്റിക്ക് ശേഷം വലിയ രീതിയിലുള്ള പൊട്ടിത്തെറികളാണ് സിനിമാ മേഖലയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിർമ്മാണ സംഘടനയിലുള്ള ആളുകൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ നായകന്മാരാണെങ്കിൽ പോലും വാങ്ങിക്കുന്ന അമിത റെമ്യൂണറേഷൻ, ഒരുപാട് പൈസ വാങ്ങിച്ചിട്ടാണ് ഈ നായകന്മാരെല്ലാം അഭിനയിക്കുന്നത്. പക്ഷേ അവരുടെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ള സഹകരണം പോലും, ആ പൈസ വാങ്ങിച്ചതിനുള്ള സഹകരണം പോലും അവർ നൽകാറില്ല. ആ രീതിയിലുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ അടുത്തു വരുന്നത്. നമ്മുടെ സിനിമയുടെ ഏറ്റവും അടിസ്ഥാനം, അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ സിനിമ വിജയിക്കണമെങ്കിൽ പ്രൊമോഷൻ എന്ന് പറയുന്നത് ഒരു അടിസ്ഥാനപരമായി മാറിയിട്ടില്ലേ? അല്ലെങ്കിൽ പ്രൊമോഷൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത്രത്തോളം ആ ഒരു സിനിമയെ നമ്മൾ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്രയധികം ആൾക്കാർ തിയേറ്ററിൽ വന്ന് കാണും. അപ്പോൾ ഒരു പ്രൊമോഷൻ ഇല്ലാണ്ട്, അല്ലെങ്കിൽ ഇദ്ദേഹം പറയുന്നത് അനുസരിച്ചിട്ട് ഇവരുടെ പ്രൊമോഷൻ രീതി എന്ന് പറയുന്നത് ഇൻസ്റ്റാഗ്രാം വഴി തന്നെ ആയിരുന്നു, അല്ലെങ്കിൽ അതിന്റെ റിലീസ് ഡേറ്റ് എടുത്തിട്ടില്ല, അതിന് മുമ്പുള്ള പ്രൊമോഷന്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ അതിന്റെ നായിക തന്നെ ആ ഒരു സിനിമയുടെ പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ട് യാതൊന്നും തന്റെ അക്കൗണ്ടുകളിൽ ഇടുന്നില്ല. ഡയറക്ടർ പറയുന്നു ഇടാൻ, അതിന്റെ നായകൻ പറയുന്നുണ്ട്, എന്നിട്ട് ആരും മൈൻഡ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഇടുന്നില്ല, പ്രൊമോട്ട് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ അപ്പോഴാണ് നമ്മൾ ആലോചിക്കേണ്ടത്. സിനിമാ സംഘടന അല്ലെങ്കിൽ നിർമ്മാണ സംഘടന ഈ അടുത്താണ് പറഞ്ഞത് സിനിമകളൊക്കെ വിജയിക്കുന്നില്ല, തിയേറ്ററിൽ ഫ്ലോപ്പ് ആവുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു പ്രൊമോഷന് ഈ ഒരു നായിക അതിന്റെ തന്നെ ആൾക്കാർ തന്നെ സഹകരിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു സിനിമയുടെ ഭാവി എന്തായിരിക്കും? അതെ, അത് വലിയൊരു ചർച്ചാ വിഷയമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്കറിയാം, സിനിമ എന്ന് പറയുന്നത് ഒരാളുടെയോ രണ്ടുപേരുടെയോ മാത്രമല്ല, ഒരു വലിയ കൂട്ടത്തിൻ്റെയാണ്. ഒരുപാട് പേരുടെ ഒരുപാട് ദിവസത്തെ കഷ്ടപ്പാടാണ് ഒരു സിനിമ എന്ന് പറയുന്നത്. അപ്പോൾ ആ സിനിമയിലെ നായിക തന്നെ ആ സിനിമയെ പ്രൊമോട്ട് ചെയ്യാതിരിക്കുമ്പോൾ ജനങ്ങൾ എങ്ങനെ പോയി തിയേറ്ററിൽ പോയി ആ സിനിമ കാണും? അല്ലെങ്കിൽ ജനങ്ങളുടെ മനസ്സിൽ തന്നെ ഒരു ബോധമുണ്ടാവും, ഈ സിനിമ ചിലപ്പോൾ ഫ്ലോപ്പ് ആയിരിക്കും, അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ല എന്നൊരു തോന്നൽ വന്നാൽ തന്നെ ആ സിനിമ ചിലപ്പോൾ തിയേറ്ററിൽ പോലും പോകാത്തൊരവസ്ഥ വരും. പിന്നെ അതിനപ്പുറത്തേക്ക് ഇന്ന് ഇൻസ്റ്റാഗ്രാമാണ് എല്ലാത്തിനും പ്രൊമോട്ട് ചെയ്യുന്നത്. ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏതൊരു സിനിമയാണെങ്കിൽ പോലും അവർ അതിനു വേണ്ടിയിട്ട് പ്രൊമോഷന് വേണ്ടി കൊടുക്കുന്ന വലിയൊരു തുകയാണ്. ഇന്ന് ഒരുപാട് ട്രോൾ ഗ്രൂപ്പുകളുണ്ട്, അല്ലെങ്കിൽ ഇതുകൂട്ട് ഓൺലൈൻ മീഡിയാസ് ഉണ്ട്. അപ്പോൾ ഇവരെ എല്ലാം വിളിച്ച് ഓരോ ദിവസം ഇൻ്റർവ്യൂകൾ കൊടുക്കുന്നതെല്ലാം ഈ പ്രൊമോഷൻ്റെ ഭാഗമായിട്ടാണ്. അങ്ങനെ തന്നെ രക്ഷപ്പെടുന്ന എത്രയോ നായകന്മാരുണ്ട്. ഈ ഓൺലൈൻ പ്രൊമോഷൻ കൊണ്ട് തന്നെ പിടിച്ചേക്കുന്ന എത്ര ആളുകളുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ആളുകളെല്ലാം ചെയ്യുന്നത് എന്താണ്, നല്ല സിനിമകൾ, അല്ലെങ്കിൽ നമ്മൾ പോലും പല സിനിമകളും അറിയുന്നത് ഇതുകൂട്ട് ഇൻസ്റ്റാഗ്രാം വഴിയായിരിക്കും അല്ലേ. പലപ്പോഴും പല ട്രോളുകൾ കാണുമ്പോഴായിരിക്കും ഈ സിനിമ, ഇത് ഏത് സിനിമയാണ് അടുത്തിറങ്ങാൻ പോകുന്നത്. അപ്പോഴായിരിക്കും നമ്മൾ ആ സിനിമയെക്കുറിച്ച് നോക്കുന്നത്. അതിനുശേഷം നമ്മൾ എന്ത് വിചാരിക്കും, നമ്മൾ ആ സിനിമയെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ സിനിമ നല്ല സിനിമയായിരിക്കും, തിയേറ്ററിൽ തന്നെ പോയി കാണുന്നത്. നമ്മൾ തിയേറ്ററിൽ പോയി കാണുന്ന എങ്ങനെയുള്ള സിനിമകളായിരിക്കും, നമ്മൾ ഒരു മാസം കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശാണ്. അപ്പം നമ്മൾ ആ തിയേറ്ററിൽ പോയി കാണുമ്പോൾ നമുക്ക് അതിനുള്ള ഒരു ഔട്ട്പുട്ട് ഇടുന്നൊരു സിനിമ ആയിരിക്കണം. അല്ലെങ്കിൽ തിയേറ്ററിൽ പോയിരുന്ന് കണ്ടിരുന്ന് ആസ്വദിക്കാൻ കഴിയുന്ന സിനിമ ആണെങ്കിൽ നമ്മൾ പോയി കാണും. നായികയും സംവിധായകനും അല്ലെങ്കിൽ ആ ഒരു ട്രൂപ്പുമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാവും, വ്യക്തിപരമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായിരിക്കാം ഇത്തരത്തിൽ പ്രൊമോഷന് സഹകരിക്കാതിരുന്നത്. പക്ഷെ ഒന്ന് ആലോചിക്കേണ്ട കാര്യമുണ്ട്, അല്ലെങ്കിൽ ഇവർ മാത്രം ഉൾപ്പെടുന്നതല്ല സിനിമ. അതിന് വേണ്ടിയിട്ട് ഒരു സിനിമ എന്ന് പറയുന്നത് അതിന്റെ സ്ക്രിപ്റ്റിംഗ് തൊട്ട് അല്ലെങ്കിൽ അവസാന പാക്കപ്പ് വരെ എന്ന് പറയുന്നത് ഒരു വലിയ രീതിയിലുള്ള ടീം വർക്ക് തന്നെയാണ്. അപ്പൊ അതിൽ ഓരോ ആൾക്കാരുടെയും കൂടെ കഷ്ടപ്പാടാണ് ആ ഒരു സിനിമ എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിലൊരു മാന്യത അല്ലെങ്കിൽ ഒരു പരിഗണന അതിന് കൊടുക്കേണ്ടി. തീർച്ചയായും. കാരണം അത് അഭിനയിക്കുന്നവർക്ക് ആ സിനിമയോട് ഒരു പ്രതിബദ്ധത ഉണ്ടാകണം. അവർക്കൊരു പ്രതിബദ്ധത ഉണ്ടെങ്കിലല്ല ഇത് കാണുന്ന ആളുകൾക്കൊരു പ്രതിബദ്ധത ഉണ്ടാവും ആ സിനിമ പോയി കാണാൻ. അല്ലെങ്കിൽ കാണുന്ന ആളുകൾ എന്ത് കരുതും, ഈ സിനിമ ഫ്ലോപ്പ് ആയിരിക്കും എന്ന ചിന്താഗതി തന്നെയായിരിക്കും അവർക്കും ഉണ്ടാകുന്നത്. അപ്പൊ ഈ സിനിമ പൊട്ടിപ്പോകുന്നതിൽ സംവിധായകരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതില് ഇന്നത്തെ കാലത്താണെങ്കിൽ കൃത്യമായിട്ടുള്ള പ്രൊമോഷൻ കൊടുക്കാൻ അതിൽ അഭിനയിക്കുന്ന ആളുകളെങ്കിലും തയ്യാറാകണം. കാരണം മിക്ക സിനിമകളിലും നമ്മൾ കണ്ടിട്ടുണ്ട്, എല്ലാ സിനിമകളുടെയും PR വർക്കേഴ്സ് എന്ന് പറയുന്നത് അവർ ഈ ഒരു നായകന്റെയോ നായികയുടെയോ പേജുമായിട്ട് കൊളാബ് ചെയ്തിട്ടായിരിക്കും ഇതിരുന്നത്. കാരണം ഇവർക്ക് അത്രത്തോളം ഒരു ഫാൻ ബേസ് ഉണ്ട്. ഇന്ദ്രജിത്ത് ആണെങ്കിലും മനുഷ്യരെയാണെങ്കിലും ഇവർക്ക് ഇവരുടേതായിട്ടുള്ള ഫാനുകളുണ്ട്. അപ്പൊ ഈ ഒരു ഫാൻസ് എന്ന് പറയുന്നത് ഇവരെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി ആ ഒരു സിനിമയുടെ ഇപ്പൊ സംവിധായകനെ കണ്ടിട്ട് പോയി കാണുന്നവരുടെ അപ്പുറത്തേക്കും തനിക്ക് ഇഷ്ടമുള്ള നായകനാണെങ്കിൽ പോയി കാണുന്ന ഒരു പറ്റം ആൾക്കാർ. അത് മാത്രമല്ല, ഒരു ദിവസം ഇറങ്ങുന്ന 100-100 സിനിമകളാണ്.
ഒരു 100 സിനിമ കേരളത്തിൽ ആകമാനം ഇറങ്ങിക്കഴിഞ്ഞാൽ എത്ര സിനിമ അറിയാം? ഇന്ന് റിലീസാവുന്ന എത്ര സിനിമ നമുക്കറിയാം? ഒന്നും അറിയത്തില്ല. കാരണം ഓരോ ദിവസവും പുതിയ പുതിയ സിനിമകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഒരുപാട് തിയേറ്ററിലുണ്ട്. ചിലപ്പോൾ ഒരു തിയേറ്ററിൽ തന്നെ 3-4 സിനിമകൾ ഒരു ദിവസം ഓടുന്നുണ്ട്. അപ്പം നാളത്തെ ദിവസം ഈ 4 സിനിമ ആയിരിക്കത്തില്ല, വേറെ 4 സിനിമയായിരിക്കും. അപ്പം ഓരോ ദിവസവും ഓരോ സിനിമകൾ ഇറങ്ങുന്നതിനനുസരിച്ച് ഏത് സിനിമയാണ് പുതിയത് വരാൻ പോകുന്നതെന്ന് ആർക്കും അറിയില്ല. അപ്പം ആളുകളുടെ ഇടയിൽ ഈ സിനിമകളെ കുറിച്ച് ചർച്ചാ വിഷയം ഉണ്ടെങ്കിൽ മാത്രമേ ആ സിനിമകൾ നിലനിൽക്കൂ, അല്ലെങ്കിൽ ആ സിനിമകൾ ആളുകൾ കാണാൻ പോകും. ഒരു വിഷയം നമ്മൾ കണ്ടതായിരുന്നു. ഷൈൻ നിഗം തന്റെ സിനിമയുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ സഹകരണം നടത്തുന്നില്ല. അല്ലെങ്കിൽ അതിന്റെ പ്രശ്നം എന്ന് പറയുന്നത് സിനിമയിൽ ഇവർ ഉൾപ്പെടുന്ന സമയത്ത് അല്ലെങ്കിൽ വരുന്ന ആ ഒരു എഗ്രിമെന്റ് ഒപ്പിടുന്ന സമയത്തൊന്നും ഒരു പ്രശ്നവും ഉണ്ടാവില്ല. പക്ഷെ സിനിമയുടെ ഒരു ഘട്ടം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ പകുതി ഒരു അഭിനയിച്ച് കഴിഞ്ഞിട്ടായിരിക്കാം പലർക്കും ഈ ഒരു വിസമ്മതം അറിയിക്കുന്നത്, അല്ലെങ്കിൽ തങ്ങൾക്ക് താല്പര്യം സഹകരണം ഇല്ലാത്ത രീതിയിലേക്ക്. ഇപ്പൊ ഈ സിനിമയുടെ കാര്യം പറയുകയാണെങ്കിൽ പാക്കപ്പും കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു, ഇനി തിയേറ്ററിലേക്ക് എത്തേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത്തരത്തിൽ നമുക്ക് താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ ആദ്യമേ ഒന്നെങ്കിലും ഒഴിവാക്കാം. കാരണം ഇത്രത്തോളം ഒരുപാട് കഷ്ടപ്പാടിന് ശേഷമാണ് ഒരു സിനിമ പുറത്തേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ ഒരുപാട് പേര് ഉറക്കം മുളച്ചിട്ടൊക്കെ ആയിരിക്കാം പല കാര്യങ്ങളും പല വർക്കുകളും നടത്തുന്നത്. അപ്പോൾ ഇവർക്ക് ഇത്തരത്തിൽ താല്പര്യം ഇല്ല എങ്കിൽ ആദ്യം തന്നെ ഒഴിവാക്കേണ്ടതല്ലേ? തീർച്ചയായും.